ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ ടിക്ക റോളപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കസൂരി മേത്തി, 1/4 കപ്പ് കട്ടിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇലയാണ്. ഉലുവയുടെ ഇല ഉണക്കി വരുന്നതാണ്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ മതി. ഞാനിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഈ ചിക്കൻ നല്ലതുപോലെ വെന്ത് വരുന്നവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളർ ആയി വരുന്നവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ മസാലയിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതും കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സെയിം പാനിലിട്ട് തന്നെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് പാനിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/3 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. ഇതിലേക്ക് കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിനു വേണ്ടി നമുക്ക് ബ്രെഡ് വേണം. അപ്പോൾ ഒരു 10-12 സ്ലൈസസ് വേണ്ടി വരും. ആദ്യം നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് ആവുന്നവരെ ഇതിനൊന്ന് പരത്തി കൊടുക്കണം. ഇപ്പോൾ ഞാനിത് കനം കുറച്ചൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തക്കാളി അരിഞ്ഞതും അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും വെച്ച് കൊടുക്കാം. ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് റോൾ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ്സ് ഒന്ന് സീൽ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോട്ടിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് എഗ്ഗിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബ്രെഡ് ക്രംസ്, ഈ ബ്രെഡിൻ്റെ സൈഡ്സ് കട്ട് ചെയ്തെടുത്തതൊന്ന് പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക റോളപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.